നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മോണിറ്റൈസേഷനെ കുറിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട്. സാധാരണയായിട്ട് കുറേ ചാനലുകളിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ 1000 ആയിട്ടില്ലെങ്കിലും അതിൽ അഡ്വർടൈസ്മെൻ്റൊക്കെ വരുന്നുണ്ട്. അത് ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ടാണോ? 1000 സബൊന്നും തികഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അതിൽ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും ഒരുപാട് പേര് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സൊക്കെ സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള അതിനുള്ള മറുപടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിലും യൂട്യൂബ് വന്നിട്ട് പല ചാനലുകളിലും പരസ്യങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്യങ്ങൾ വന്നാൽ അതിൽ നിന്നും 100% ഏർണിങ്സും യൂട്യൂബിന് തന്നെയാണ്. അത് യൂട്യൂബ് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ മോണിറ്റൈസ് ആകാത്ത ചാനലിൽ വരുന്ന പരസ്യങ്ങൾക്കുള്ള പണം ചാനൽ ഓണറിന് കിട്ടാറില്ല. അത് യൂട്യൂബ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പലരും തെറ്റിദ്ധരിച്ചിട്ട് പരസ്യം ഇപ്പോൾ ഒരു പക്ഷേ 1000 സബിന് മുകളിൽ വന്നു, വാച്ച് അവേഴ്സ് തികഞ്ഞിട്ടില്ലെങ്കിലും അതിൽ പരസ്യങ്ങൾ യൂട്യൂബ് ഇടാറുണ്ട്. അതിൻ്റെ വരുമാനവും യൂട്യൂബ് തന്നെയാണ് എടുക്കാറുള്ളത്. പിന്നെ കുറേ പേർ എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ 365 ദിവസങ്ങൾക്കകം ഈ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കണം, സബും കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു നിബന്ധന മോണിറ്റൈസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ 365 ദിവസങ്ങൾക്കുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നും പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ 365 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് ഈ ചാനൽ തുടങ്ങിയിട്ട് കൃത്യം 365 ദിവസത്തിൽ തന്നെ ആകണമെന്നല്ല യൂട്യൂബ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ജൂലൈ 30, ഇന്ന് ജൂലൈ 30, 2024 ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങിയത് ജൂലൈ 30, 2023 എന്നാണെങ്കിൽ ഇപ്പോൾ 365 ദിവസമായി. നിങ്ങൾക്ക് പക്ഷേ വാച്ച് അവർ ഒന്നും ആയിട്ടില്ല. ചിലപ്പോൾ 600 ആയിരിക്കാം, ചിലപ്പോൾ 1000 ആയിരിക്കാം. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് അത് മൊത്തം തീർന്നിട്ട് ഒന്നേന്ന് തുടങ്ങണമെന്നല്ല അതിൽ അർത്ഥമാകുന്നത്. നമ്മൾ ഏത് ഡേറ്റ് എടുക്കുന്നുവോ ആ ഡേറ്റിൽ നിന്നും പിറകോട്ട് 365 ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 4000 വാച്ച് അവർ തികയണം എന്നാണ് യൂട്യൂബ് പറയുന്നത്. ഇപ്പോൾ ജൂലൈ 23 നിങ്ങൾക്ക് ഇപ്പോൾ സെപ്റ്റംബർ 30, 2024 ആണ് തീയതി, ഇന്നത്തെ തീയതി എങ്കിൽ നിങ്ങൾ സെപ്റ്റംബർ 30, 2023 ആ ഡേറ്റിനകത്തുള്ള വാച്ച് അവേഴ്സാണ് യൂട്യൂബ് എപ്പോൾ ഏതൊരു ദിവസം എടുക്കുന്നോ അതിൽ നിന്നും കൃത്യം 365 ദിവസങ്ങൾ മുന്നോട്ട് നോക്കി അതിൽ നിന്നാണ് ആ 4000 വാച്ച് അവേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിലരൊക്കെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ 1.5 വർഷം എടുക്കുന്നവരുണ്ട്, 2 വർഷം എടുക്കുന്നവരുണ്ട്, ചിലരൊക്കെ 3 വർഷമായിട്ട് പോലും ഇനിയും വാച്ച് അവേഴ്സ് ഒന്നും എങ്ങും എത്താതെ 200, 300 ആയിട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ വാച്ച് അവേഴ്സ് വേഗം കംപ്ലീറ്റ് ആകണമെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ലൈവൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ധാരാളം വരും, കുറേയൊക്കെ വാച്ച് അവേഴ്സ് കൂടുമെങ്കിലും അതിൽ നിന്നും വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ നിങ്ങളുടെ ചാനലിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് പോയാൽ അവർ തന്നെ ഈ ധാരാളം ഈ വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ വാച്ച് അവേഴ്സ് ഗണ്യമായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നല്ല നല്ല കണ്ടൻറ്റ്, പുതുമയുള്ള നല്ല കണ്ടൻറ്റ്, അപ്പോൾ എല്ലാവരും ഇടുന്ന ഒരേപോലത്തെ കണ്ടൻറ്റ് നമ്മൾ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പ്രയോജനമില്ല. അപ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഏറ്റവും നിങ്ങൾക്ക് വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് ഏതാണെന്ന് നോക്കിയിട്ട് അപ്പോൾ എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ രീതിയിലുള്ള വീഡിയോസാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ അതേ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും കൂടുതലായിട്ട് ചെയ്യാൻ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് വന്ന ആളുകൾ പിന്നെയും ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് നിങ്ങളുടെ വാച്ച് അവേഴ്സൊക്കെ കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് വ്യൂസും നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ഏർണിങ്സ് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ വരാനും തുടങ്ങും. അപ്പോൾ ആരും നിരാശരാകാതിരിക്കുക. ഇതുവരെ നിങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ കഠിന പ്രയത്നം ചെയ്തു അതുപോലെ ഇനി തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കണ്ടൻറ്റ് ചെയ്യാനുള്ളതിൽ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, പരിശ്രമിക്കുക, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ചാനലിന് റീച്ച് കിട്ടും. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്യും, നിങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബറായിട്ട് വരാമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
എനിക്ക് കുറേ നല്ല ഫാമിലി മെമ്പേഴ്സിനെയാണ് ഇതുവഴി കിട്ടിയിട്ടുള്ളത്. എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഓർമ്മിക്കാറുണ്ട്. നിങ്ങളുടെ വീഡിയോസൊക്കെ എത്ര രാത്രി താമസിച്ചു പോയാലും വിട്ടുപോയ വീഡിയോസൊക്കെ ഞാൻ ചില വീഡിയോസൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള വീഡിയോസും ടോപ്പിക്സും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ധൃതി പിടിച്ചിട്ട് കാണാറില്ല. സമയം കിട്ടുമ്പോഴേക്ക് 2-3 വീഡിയോസൊക്കെ ഞാൻ ചേർത്ത് കാണും. അപ്പോൾ ഞാൻ കണ്ടില്ലല്ലോ എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ നല്ല കണ്ടൻറ്റ് ഇനിയും നിങ്ങൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.